ഹായ് ഓൾ എംബോസ് മോർണിംഗ് കമ്പനിയുടെ ഷോ സ്റ്റോപ്പറായിട്ട് ഇറങ്ങിയിട്ടുള്ള വിശേഷമാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മോഡൽസിൻ്റെ കൊറിയോഗ്രാഫി ടൈമാണ്. അതായത് റാമ്പിൽ ഇറങ്ങുന്ന സമയത്ത് ആരൊക്കെ എപ്പോഴൊക്കെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളും പിന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രൂമിങ്ങും കൊടുക്കും. ഇത് സാധാരണ തലേ ദിവസമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഡേ 2 ഇന്നാണ് ഷോ ഉള്ളത്. അപ്പോൾ ഞാനിത് നേരെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ മേക്കപ്പും ഹെയറും ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഹെയർ സെറ്റ് ചെയ്തെന്ന് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ടുള്ള തിരൂരുള്ള അർഷദാണ്. അർഷദ് നന്നായിട്ട് ഹെയറും മേക്കപ്പ് ഒക്കെ ചെയ്യും. ഗ്രൂംസിന് പ്രൊഫഷണലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഹെയറും മേക്കപ്പും കണ്ട് ഞാൻ കുറേ കാലത്തിന് ശേഷമായിട്ട് ലെൻസ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന സ്നേഹമാണ്. നമ്മൾ ലാലേട്ടൻ്റെ റീസെൻ്റ്ലി ഹിറ്റ് ആയിട്ടുള്ള ഒരു ആഡിന് ഇൻസ്പയർ ആയിട്ട് ഇപ്രാവശ്യം ഞാൻ നെക്ലസ് അണിഞ്ഞിട്ടാണ് റാമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കോസ്റ്റ്യൂം പതിവ് പോലെ മോജോ എന്നാണ് കണ്ടോ. അതിൻ്റെ ഹെവി ബീഡ്സ് വർക്കും ഭയങ്കര എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു കളർ എന്നുള്ളത്. അതിൻ്റെ കൂടെ നെക്ലസ് ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്ലസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് വേദയാണ്. അപ്പോൾ ഈ ഒരു ലുക്കും ഈ ഒരു കോൺസെപ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഡിസൈർ ഹാസ് നോ ജെൻഡർ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ആഡിന് ഇൻസ്പയർ ആയിട്ടുള്ള ലുക്കായിരുന്നു അത്. ബാക്കി മോഡൽസൊക്കെ വന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മഹിയാണിത്. ഹമാനാണ് ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്നേഹമാണ് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മോഡൽസ് എല്ലാം എത്തി. മഹാരാജാസിലായിരുന്നു ഷോ. അപ്പോൾ ആദ്യം അവർക്ക് ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടുള്ളത്. മോജോ എന്ന് തന്നെയാണ് അവരുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം വരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ മോഡൽസിൻ്റെ സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റേജിൽ ഹോൾട്ട് ചെയ്യും. ആ സമയത്താണ് ഷോ സ്റ്റോപ്പറിനെ അനൗൺസ് ചെയ്യുക. ഷോ സ്റ്റോപ്പറിന് ഇൻഡിവിജ്വൽ വാക്ക് ഉണ്ടാവും. അതിനുശേഷം ഒഫീഷ്യൽസിൻ്റെ കൂടെയും വാക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം കുറേ മീഡിയാസൊക്കെ വന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.